അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സ്വല്ലല്ലാഹു അലാ നബിയ്യിന മുഹമ്മദിൻ വ അലാ ആലിഹി വ അസ്ഹാബിഹിൽ അജ്മഈൻ അൽ ഫായിസീൻ. സ്നേഹ ബഹുമാനരായ വിശ്വാസി സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ വെളിച്ചം പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സൗദി റമദാൻ വെളിച്ചത്തിൽ 35-ാം അധ്യായം സൂറത്തു ഫാത്തിറിൻ്റെ 33 മുതൽ 37 വരെയുള്ള വചനങ്ങളുമായി ബന്ധപ്പെട്ട് ഏതാനും ചില കാര്യങ്ങളെ ഇന്ന് ഓർമ്മപ്പെടുത്താനാണ് ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ സംസാരത്തിൽ ആരാണ് യഥാർത്ഥത്തിൽ അറിവ് നേടിയിട്ടുള്ള ആളുകൾ, അവരുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്, വിശുദ്ധ ഖുർആനിനെ കൃത്യമായി അനന്തരമെടുക്കുന്ന ആളുകളും അവരുടെ വിശേഷണങ്ങളും എന്താണ്, ആ ഖുർആനിനെ അനന്തരമെടുത്ത് കടന്നു വന്ന ആളുകളുടെ പ്രത്യേകതകളും വിഭാഗങ്ങളും ആരൊക്കെ, ഏതൊക്കെ, അവരിൽ നിന്ന് ലാഭകരമായ നഷ്ടമില്ലാത്ത കച്ചവടത്തിന് ഒരുങ്ങിയവർ ആര്, കച്ചവടത്തിൻ്റെ രീതി എന്ത് എന്നതൊക്കെ വിശദീകരിച്ചതിന് ശേഷം മനുഷ്യൻ മരണാനന്തര ജീവിതത്തിൽ അനുഭവിക്കേണ്ട ഏതാനും ചില പ്രതിഫലങ്ങളെ വ്യത്യസ്തമായി അവതരിപ്പിക്കുകയാണ്, അതിനെപ്പറ്റി വിശദീകരിക്കുകയാണ് തുടർന്നുള്ള വചനങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്നത്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, സ്വർഗത്തെപ്പറ്റി വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ സ്വർഗത്തിലെ എല്ലാ പ്രത്യേകതകളെയും വിഭവങ്ങളെയും സുഖ ആസ്വാദനങ്ങളെയും പറ്റി പറയുക എന്ന ശൈലിയല്ല, മറിച്ച് അതിൽ നിന്ന് ഏതെങ്കിലും മനുഷ്യൻ്റെ മനസ്സിന് കുളിർമ കൊള്ളുന്ന, അവനിൽ ആഗ്രഹം ചെലുത്തുന്ന, പ്രതീക്ഷയോടെ സ്വർഗത്തിലേക്ക് അമല് ചെയ്യാൻ അവനെ പ്രാപ്തനാക്കുന്ന ഏതാനും ചില സന്തോഷങ്ങളെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആസ്വാദനങ്ങളെ, സ്വർഗ പ്രത്യേകതകളെ വിശദീകരിക്കുക എന്നതാണ് ഖുർആൻ സാധാരണ സ്വീകരിച്ചു വരുന്ന ശൈലി. അപ്രകാരം തന്നെയാണ് ഇവിടെയും സൂറത്തുൽ ഫാത്തിറിലും അല്ലാഹുവിൻ്റെ ഖുർആൻ സ്വർഗത്തെപ്പറ്റി പറയുന്നത്. രണ്ടാമത്, നരകത്തിൻ്റെ കാര്യത്തിലും നരകീയമായ അതിൻ്റെ ആ കഠോരമായ ശിക്ഷകളെപ്പറ്റി ബോധ്യപ്പെടാൻ ഒന്ന് രണ്ടെണ്ണം എടുത്തു പറയുക, ഉദ്ധരിക്കുക എന്ന ശൈലിയാണ് ഖുർആനിലുള്ളത്. അതിൽ നിന്ന് ആ നരകത്തിൻ്റെ ഭീകരതയും അതിൻ്റെ ഗൗരവമൊക്കെ തിരിച്ചറിഞ്ഞ് തൻ്റെ തടിയെ നരകത്തിൽ നിന്ന് കാക്കാനുള്ള, രക്ഷപ്പെടുത്താനുള്ള പ്രവർത്തനവും ജാഗ്രതയുമൊക്കെ ഒരു വിശ്വാസിക്ക് അല്ലെങ്കിൽ ഒരു മനുഷ്യനിൽ നിന്നുണ്ടാവണമെന്നുള്ള ആഗ്രഹത്തോടെ ചില കാര്യങ്ങളെ ഓർമ്മപ്പെടുത്തുക എന്നതാണ് ഇവിടെയും ഖുർആൻ നരകവുമായി ബന്ധപ്പെടുത്തി പറയുന്ന കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിശുദ്ധ ഖുർആനിനെ നല്ല രീതിയിൽ തിലാവത്ത് നടത്തി അറിവ് ശേഖരിച്ച് ജീവിതത്തിൽ പകർത്തിയിട്ടുള്ള ആളുകൾക്ക് ലഭിക്കുന്ന പ്രതിഫലങ്ങളെ പറ്റിയിട്ടാണ് 33 മുതൽ 35 വരെയുള്ള വചനങ്ങളിൽ അള്ളാഹു സൂചിപ്പിക്കുന്നത്. തൊട്ട് മുമ്പേ പറയുകയുണ്ടായി, അതാണ് ഏറ്റവും വലിയ പ്രതിഫലം. അള്ളാഹു നൽകുന്ന ദാലിക ഹുവൽ ഫദ്ലുൽ കബീർ എന്ന് പറഞ്ഞു, ഏറ്റവും വലിയ വമ്പിച്ച അനുഗ്രഹം. ആ അനുഗ്രഹത്തിൻ്റെ ബാക്കി എന്നോണം അവർക്ക് വരാൻ പോകുന്ന കാര്യങ്ങളാണ് സ്വർഗീയ ജീവിതം എന്നുള്ളത്. ഈ സ്വർഗീയ ജീവിതത്തെ ജന്നാത്തു അദൻ എന്നും ദാറുൽ മുഖാമ എന്നൊക്കെ ഇവിടെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. മറ്റുള്ളിടത്ത് അത് ദാറുൽ ഖുൽദ് എന്നും നിത്യവാസത്തിൻ്റെ, സ്ഥിരതാമസത്തിൻ്റെ വീട്, ഭവനം എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. മനുഷ്യൻ അവൻ്റെ മനസ്സെപ്പോഴും ആഗ്രഹിക്കുന്നത് തന്നിലേക്ക് വരുന്ന നന്മകൾ, തൻ്റെ സുഖങ്ങൾ, സൗഖ്യങ്ങൾ എന്നെന്നും നിലനിൽക്കണമെന്ന ആഗ്രഹമുള്ള ഒരു ജീവിയാണ്, അല്ലെങ്കിൽ സ്വഭാവക്കാരനാണ് മനുഷ്യൻ. മനുഷ്യ സഹജമാണത്, മനസ്സതാണ് ആഗ്രഹിക്കുന്നത്. ഈ ദുനിയാവിൽ വെച്ച് തന്നെ അങ്ങനെ ആഗ്രഹിക്കുന്നു. പക്ഷേ ദുനിയാവിന് അങ്ങനെ ഒരു സ്വഭാവം അള്ളാഹു നൽകിയിട്ടേയില്ല. സുഖദുഃഖങ്ങൾ സമ്മിശ്രമായിട്ടുള്ള, അനശ്വരമാകാതെ എല്ലാം നശ്വരമായി പെട്ടെന്ന് നിമിഷങ്ങൾ കൊണ്ട് അവസാനിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് അള്ളാഹു ദുനിയാവിൻ്റെ സവിശേഷതയായിട്ട് ഒരുക്കിയിട്ടുള്ളത്. അല്ലാത്തൊരു വിഭവവും, തീർന്നു പോകാത്തൊരു വിഭവവും, നഷ്ടപ്പെട്ടു പോകാത്തൊരു വിഭവവും ദുനിയാവിൽ കാണാൻ സാധിക്കില്ല. കാരണം ദുനിയാവിൻ്റെ സ്വഭാവം അങ്ങനെയാണ്. എന്നാൽ കിട്ടുന്നതെല്ലാം എല്ലാ കാലത്തും ആസ്വദിക്കണം, അനുഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യന് അത് അല്ലാഹു ഒരുക്കി വെക്കുന്നത് സ്വർഗലോകത്താണ്. അതുകൊണ്ട് സ്വർഗലോകത്തിൻ്റെ വിശേഷണം അതപ്രകാരമാക്കി, അദിൻ എന്നെന്നും നിലനിൽക്കുന്നത്, നിത്യവാസത്തിൻ്റെത്, അനശ്വരമായത്, തീർന്നു പോകാത്തത്. ഖുർആൻ അത് ഒട്ടനവധി വചനങ്ങളിലൂടെ ആ പ്രത്യേകത വിശദീകരിക്കുന്നുണ്ടല്ലോ. ഇന്ന ഹാദാ ലരിസ്ഖുന, ഇതാണ് നമ്മൾ നിങ്ങൾക്ക് നൽകുന്ന ഉപജീവനം, സമ്മാനം അതാണ്. ഇത് മാലഹു മിൻ നഫാദ്, തീർന്നു പോവില്ല, അതിൻ്റെ പ്രത്യേകത അതാണ്. മറ്റൊരായത്തിൽ ലാ മഖ്തൂഅ വലാ മംനൂഅ,
മുറിഞ്ഞു പോകാത്ത, തീർന്നിലച്ചു പോകാത്തതാണത്. ഫലഹും അജ്റുൻ ഗൈറു മംനൂൻ, അണമുറിയാത്ത പ്രതിഫലമാണ് നിങ്ങൾക്കുള്ളത് എന്നൊക്കെ വിശദീകരിക്കുന്നത് സ്വർഗലോകത്തിൻ്റെ മാത്രം പ്രത്യേകതയായിട്ട് ഖുർആനിൽ കാണാമെന്നുള്ളതാണ്. അപ്പോൾ മനുഷ്യൻ്റെ മനസ്സറിയുന്ന അള്ളാഹു അവൻ ഒരുക്കി വെക്കുന്ന പ്രതിഫലത്തിൻ്റെ സ്വഭാവത്തെ ഇപ്രകാരം വിശദീകരിക്കുമ്പോൾ ഏതൊരു മനുഷ്യനാണ് അതിൽ ആഗ്രഹം പ്രകടിപ്പിക്കാത്തത്, അല്ലെങ്കിൽ ആഗ്രഹമില്ലാത്തതാരാണ്? ഇനി അവിടെ ലഭിക്കുന്ന ഒന്ന് രണ്ട് നന്മകളെ, സന്തോഷത്തിൻ്റെ അടയാളങ്ങളെ പറയാണ്. ഇതൊന്നുമല്ല, ഇതിനേക്കാൾ എത്രയോ മുകളിൽ, എത്രയോ നിറഞ്ഞു നിൽക്കുന്ന, അനന്തമായി നിൽക്കുന്നതാണ്. മനുഷ്യ മനസ്സുകൾക്ക് ചിന്തിക്കാനും ആലോചിക്കാനും ആഗ്രഹിക്കാനൊക്കെ ഒരു വഴി തുറന്നിടുക, ഒന്ന് രണ്ടെണ്ണം സൂചിപ്പിക്കുക എന്ന് മാത്രം അള്ളാഹു ചെയ്തിട്ടുള്ളത്. അവിടെ അവർക്ക് ആഭരണങ്ങളുണ്ട്, മുത്തിൻ്റെയും സ്വർണത്തിൻ്റെയും പവിഴത്തിൻ്റെയും ഇങ്ങനെ അവരാഗ്രഹിക്കുന്ന, മനസ്സാഗ്രഹിക്കുന്ന രീതിയിലുള്ള പല വിധേയനുള്ള വൈവിധ്യമാർന്നിട്ടുള്ള ആഭരണങ്ങൾ അള്ളാഹു ഒരുക്കി വെക്കുന്നു. അതോടൊപ്പം തന്നെ വലിബാസുഹും ഫിഹ ഹരീർ, അനുവദനീയമാണോ അനുവദിക്കാത്തതാണോ എന്ന നിലക്കുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള നിയമങ്ങളൊന്നും അവിടെ അല്ല. നിങ്ങൾക്ക് ആ നിലക്ക് പട്ടിൻ്റെ വസ്ത്രങ്ങളൊക്കെ അവിടെ അള്ളാഹു ലഭ്യമാക്കുന്നതാണ്. അപ്പോൾ ഓരോ ആണും പെണ്ണും അവൻ്റെ മനസ്സാഗ്രഹിക്കുന്ന രൂപത്തിലുള്ള വസ്ത്രങ്ങളും അലങ്കാരങ്ങളും ആഭരണങ്ങളും ഒക്കെ അവനുണ്ട് എന്ന് പറയാനാണ് അള്ളാഹു ഏതാനും ചില കാര്യങ്ങൾ സൂചിപ്പിച്ചത് എന്ന ഒരു രാജകീയമായ പ്രൗഢിയിൽ ദുനിയാവിൽ ജീവിക്കുന്ന മനുഷ്യരെ കാണുമ്പോൾ അസൂയയോടെ ആഗ്രഹത്തോടെ നോക്കുന്ന മനുഷ്യൻ്റെ മുമ്പിൽ അല്ല, ദുനിയാവൊന്നൊന്നല്ല, അതിനേക്കാളേറെ വലിയ പ്രൗഢിയോടെ ജീവിക്കാനുള്ള അവസരമാണ് സ്വർഗമെന്ന് പഠിപ്പിക്കുന്നു. ഭൂമിയിൽ ജീവിച്ച ഒരു രാജാവ്, ആ രാജാവ് ഭൂമി മൊത്തം അദ്ദേഹത്തിൻ്റെ കാൽക്കീഴിലാക്കി ഭരണം നടത്തി, എല്ലാം അദ്ദേഹം ആസ്വദിച്ച്, അങ്ങനെയുള്ള ഒരാളുടെ 10 ഇരട്ടി സ്വർഗത്തിലേക്ക് അവസാനം പ്രവേശിച്ചവനുള്ള പ്രതിഫലമായി പ്രതീക്ഷിക്കാമെന്ന് പറയുന്ന ഹദീസ് വായിക്കുമ്പോൾ എത്രയാണ് റബ്ബ് ഒരുക്കി വെച്ചിട്ടുള്ള ഈ അനന്തമായ അനുഗ്രഹങ്ങളുടെ പറുദീസ എന്ന് നമ്മൾ ആലോചിക്കുക. സ്വർഗത്തിൽ അവസാനം കടന്നു വരുന്നവന് എന്താണോ മനസ്സാഗ്രഹിക്കുന്നത് അതൊക്കെ തന്നെ ഉണ്ടെന്നും, അല്ല പിന്നെയും അത്ര തന്നെ ഉണ്ടെന്ന് പറയുന്ന ഹദീസും ഈ വിഷയമായി സാന്ദർഭികമായി നമ്മൾ ഓർക്കുക. രണ്ടാമത്തെ ഒരു സംഗതി, സ്വർഗത്തിൻ്റെ പ്രത്യേകത പറയാണ്, ചിലതൊക്കെ അവിടെ ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് അതിൻ്റെ നന്മ, എന്നതാണ് അവിടുത്തെ സുഖം. ചില കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിത്തീരുക, കിട്ടുക, ലഭിക്കുക എന്നതാണെങ്കിൽ ചില കാര്യങ്ങളൊക്കെ അവിടെ ലഭ്യമാവാതിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അതെന്തൊക്കെയാണ്? മനുഷ്യൻ ചെറിയൊരു സങ്കടത്തെയും അല്ലെങ്കിൽ ചെറിയ ഒരു പ്രയാസത്തെ പോലും താങ്ങാനാവാത്ത, അല്ലെങ്കിൽ അതിനെ വലുതായി കാണുന്നവനാണ്. ചെറിയ സങ്കടത്തെ പോലും വലുതായി കണ്ട് വിഷമം അനുഭവിക്കുന്ന ഒരു പ്രതീതിയാണ്, അല്ലെങ്കിൽ സ്വഭാവക്കാരനാണ് മനുഷ്യൻ. ആ സ്വഭാവം അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു രീതി, സങ്കടം അനുഭവിക്കേണ്ട ഒരവസ്ഥ ഒരിക്കലും തന്നെ സ്വർഗത്തിൽ ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. ഒരു ചെറിയ കണ്ണീരിൻ്റെ, മാനസികമായ വിഷമത്തിൻ്റെ, അതൊക്കെ സൂചിപ്പിക്കാനാണ് വ്യത്യസ്ത പദങ്ങൾ അല്ലേ. ഹസൻ അവിടെ അല്ല, ദുഃഖമില്ല. നസബ്, ശാരീരികമായിട്ടുള്ള ക്ഷീണമല്ല. ലഹൂബ്, ഒരു മനോവ്യത, അങ്ങനല്ല. നിങ്ങൾക്ക് മനസ്സുകൊണ്ട് ആഗ്രഹിക്കാത്ത, കാതുകൊണ്ട് ആഗ്രഹിക്കാത്ത ഒന്നും അവിടെ കേൾക്കൂല. വിഷമിക്കുന്നൊരു വാക്കുപോലും, വിഷമിപ്പിക്കുന്നൊരു വാക്കുപോലും നിങ്ങൾക്ക് അവിടെ ഉണ്ടാവില്ല. പക്ഷെ ഖുർആൻ എത്രയാണ് അവിടുത്തെ മാനസികമായ ശാരീരികമായ സമാധാനത്തിൻ്റെ അവസ്ഥകളെ പറ്റി പറഞ്ഞു തന്നിട്ടുള്ളത്. മനുഷ്യൻ അങ്ങനെ കൂടെ ആഗ്രഹിക്കുന്നവനാണ്. അപ്പം അതുകൊണ്ട് പറയാണ്, ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് അവിടെ പേടി വേണ്ട, സങ്കടപ്പെടുത്തുന്ന ഒന്നുപോലും നിങ്ങൾക്ക് അവിടെ ഉണ്ടാവില്ല എന്നുകൂടാ. സ്വർഗത്തിൻ്റെ ഇല്ലായ്മ, ചില കാര്യങ്ങൾ ഇല്ലാതിരിക്കലാണല്ലോ മനുഷ്യൻ്റെ മനസ്സാഗ്രഹിക്കുന്നത്. നന്മ എന്ന നിലക്ക്, സമാധാനം എന്ന നിലക്ക്, അതവിടെ ആ നിലക്ക് അള്ളാഹു ഒരുക്കിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. ഇനി അള്ളാഹു പറയുന്നു, അവിടുത്തെ സംസാരം അത് ഹംദിൻ്റെതായിരിക്കും, സ്തുതിയുടേതായിരിക്കും. എന്താണ് സ്വർഗലോകത്തെ സ്തുതിയുടെ പറ്റി പറയുന്നത്? നമ്മൾ അറിയേണ്ടത്, അള്ളാഹുവിനാണ് സർവസ്തുതിയും സർവ്വസമയത്തും അത് സർവ്വലോകരക്ഷിതാവിന് തന്നെയാണ്. എങ്കിൽ പോലും സ്തുതിക്കുകയോ പ്രകീർത്തിക്കുകയോ ആരാധന നിർവഹിക്കുകയോ ചെയ്യേണ്ടതില്ലാത്തൊരു ലോകത്ത് സ്വർഗം ലഭിക്കുന്ന മനുഷ്യർ, വിശ്വാസികള് അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതവരുടെ അങ്ങേയറ്റത്തെ അത്യാഹ്ലാദത്തിൻ്റെ അടയാളമായിട്ട് കാണാം, അതിലില്ലാത്ത സന്തോഷത്തിൻ്റെ അടയാളമായിട്ട് കാണാം. ആവശ്യമില്ലെങ്കിൽ പോലും റബ്ബിനെ അവർ നിരന്തരം അവരിങ്ങനെ സ്തുതിക്കുന്നുണ്ട് എങ്കിൽ അള്ളാഹു കൊടുത്തിട്ടുള്ള നിഅമത്ത് കാരണമാണ് അവരറിയാതെ അവരിൽ നിന്ന് സ്തുതിഗീതങ്ങൾ നിർഗളിക്കുന്നതെന്ന് ഈ വചനത്തിൻ്റെ പ്രയോഗം കൊണ്ട് വഖാലു, അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും, അൽഹംദുലില്ലാഹില്ലദീ, പടച്ച റബ്ബിനാണ് സർവസ്തുതിയും എന്നുള്ളത്. വആഖിറു ദഅവാഹും, അവരുടെ സംസാരത്തിൻ്റെ അവസാന വാക്കുപോലും അനിൽ ഹംദുലില്ലാ
ലോകരക്ഷിതാവിന് സ്തുതി അർപ്പിക്കുന്നതായിരിക്കും നാളെ പരലോകത്തിൻ്റെത് എന്ന് സൂചിപ്പിക്കുന്നു. അപ്പോൾ അത്ര നന്മകളുടെ ആധിക്യത്തെ സൂചിപ്പിക്കാൻ പരലോകത്ത് വെച്ച് ഒരു വിശ്വാസി വേണ്ടെങ്കിൽ പോലും റബ്ബിനെ സ്തുതിച്ചു പോകുന്ന രംഗമാണ് സൂചിപ്പിക്കുന്നത്. ഇനി വചനത്തിൽ ഇന്ന റബ്ബന ല വഫൂറുൻ ഷക്കൂർ, അവർ പറയാണ് ഞങ്ങളുടെ രക്ഷിതാവ് ഏറെ പൊറുക്കുന്നവനാണ്, നന്ദിയുള്ളവനാണ്. രണ്ട് കാര്യങ്ങളെയാണ് വായിക്കേണ്ടത്. അതിലൊന്നുള്ളത് അള്ളാഹു പൊറുക്കുക എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസികളെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞല്ലോ, ഖുർആൻ തിലാവത്ത് നടത്തി അറിവ് നേടി അതിൻ്റെ ആളായി അനന്തരം എടുത്ത് മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും തെറ്റുകളൊക്കെ പറ്റിപ്പോകുന്ന ആ തെറ്റുകളെയൊക്കെ ആ നിലക്ക് റബ്ബ് അവരെന്ത് ചെയ്യും, പാപമോചനം തേടും, അള്ളാഹു അത് പുറത്തു കൊടുക്കും എന്നുള്ളതാണ്. അപ്പോൾ പാപമോചനത്തിലൂടെയാണ് ഒരാൾക്ക് ഈ സ്വർഗത്തിലേക്ക് കടക്കാൻ കഴിയുക. അപ്പോൾ പാപമോചനം അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ പാപമോചനം അന്വേഷിക്കുന്നവരും തേടുന്നവരൊക്കെ ആയിരിക്കും സത്യവിശ്വാസികളായ ആളുകൾ. നമ്മളും പാപമോചനത്തിന് അള്ളാഹു ഏറെ പ്രാധാന്യം നൽകുന്നൊരു മാസത്തിലാണ് വിശുദ്ധ ഖുർആനിൻ്റെ പഠനം, സൂറത്ത് ഫാത്തിറിൻ്റെ ഇത്തരത്തിലുള്ള പ്രയോഗങ്ങളിലൂടെ കടന്നു പോകുന്നത്. ഏറെ ചിന്തനീയമാണ്, ആലോചിക്കാനുള്ളതാണ്. ഷക്കൂർ. ഇനിയോ അള്ളാഹു നന്മകൾക്കുള്ള പ്രതിഫലം നൽകും. നന്മകൾ എടുത്തു നോക്കിയാലും മനുഷ്യന്മാർക്ക് അതിലൊക്കെ പാകപ്പിഴവുകളും പോരായ്മകളൊക്കെ വന്നേക്കാം. പക്ഷെ അള്ളാഹ് അതൊക്കെ ദൂരീകരിച്ചിട്ട് ഏറെ നന്ദിയുള്ളവനാണ് അള്ളാഹ്ക്ക് അങ്ങോട്ട് നൽകുന്നതിന് അതിന് അവൻ്റെ ഒരു ഔദാര്യമായി ഏറെ തിരിച്ചു നൽകാൻ കഴിവുള്ളവനാണ്. ഷക്കൂറാണ്, അടിമയുള്ളവനാണ്. നന്ദികേടിൻ്റെ ഒരു അനക്കം പോലും റബ്ബിൽ നിന്നുണ്ടാവില്ല. എന്നാൽ നന്ദിയുടെ പരമാവധി അഗണ്യമായ കണക്കാക്കാനാവാത്ത അനന്തമായ സമീപനങ്ങൾ ആ റബ്ബിൽ നിന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യാം. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ശുക്റും അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തും അതൊക്കെ പാടെ കൂടിയിട്ടാണ് ഒരു മനുഷ്യന് സ്വർഗത്തിൽ ഇത്രയേറെ നേരത്തെ പറഞ്ഞ അനന്തമായ ഖുൽദിൻ്റെ മുഖാമത്തിൻ്റെ അതോടൊപ്പം തന്നെ അതിൻ്റെ സ്വർഗം ലഭിക്കുന്നത് എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇനി വരുന്ന 2 വചനങ്ങൾ 36, 37 വചനങ്ങൾ നേരത്തെ ഖുർആനിനെ ചേർത്ത് വെച്ച ആളുകൾക്കാണ് സ്വർഗത്തിൻ്റെ നന്മകൾ പറഞ്ഞത് എങ്കിൽ ഈ ഖുർആനിനെ സ്വീകരിക്കാൻ വിസമ്മതം കാണിച്ച ആളുകളുണ്ട്. അറിവ് നേടിയപ്പോൾ മതപരമായ അറിവിൽ നിന്ന് മാറി നിന്ന ആളുകളുണ്ട്. ജീവിത ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാന നിയോഗത്തെ അതുപോലും മറന്നിട്ട് ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിൽ അറിവ് നേടി അതിൻ്റെ സൗഖ്യങ്ങളെ വർദ്ധിപ്പിക്കാൻ വേണ്ടി ഓടി അവർ ഖുർആനിനെ മാറ്റിവെച്ചവരാണ്, അതിൽ നിന്ന് മാറി നിന്നവരാണ്. അവർക്കുള്ള ശിക്ഷയെ പറ്റിയിട്ട് ഒന്ന് സൂചിപ്പിക്കുകയാണ്. അവർക്ക് കത്തി ജ്വലിക്കുന്ന നരകമാണ് എന്നുള്ളതാണ്. കൂടുതൽ ശിക്ഷാരീതികളൊന്നും പറയുന്നില്ല. അവർക്ക് കത്തി ജ്വലിക്കുന്ന നരകമാണ് എന്ന് മാത്രം പറഞ്ഞു വെക്കുന്നു. കഫറു, നിഷേധിച്ചവരാണ് അവർ, മാറി നിന്നവർ. അതുകൊണ്ട് ലഹും നാറു ജഹന്നം, കത്തിജ്വലിക്കുന്ന നരകം തന്നെയാണ് അവർക്കുള്ളത്. എന്നിട്ട് കൂടുതൽ ശിക്ഷാരീതികളെ പറയുന്നതിന് പകരം അവർക്ക് ലഭിക്കുന്ന മൊത്തം ശിക്ഷകളുടെയും ഗാംഭീര്യവും അതിൻ്റെ കനവും ഭാരവും താങ്ങാനാവാത്ത അവസ്ഥയും സൂചിപ്പിക്കാൻ ആ നരകശിക്ഷയുടെ 2 വിശേഷണങ്ങളാണ്. ഏതൊരു ശിക്ഷയായിരുന്നാലും അതിൻ്റെ 2 വിശേഷണങ്ങളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. നരകത്തിൽ പ്രവേശിക്കുന്നവന് ഏറ്റവും ലളിതമായ ചുരുങ്ങിയ ചെറിയ ശിക്ഷ നൽകുക എന്നുള്ളത് തീ കൊണ്ടുള്ള ഒരു ചെരുപ്പ് പാദരക്ഷ അവനെ ധരിപ്പിക്കുകയാണ്. അതൊരാൾ ധരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ തലയുടെ മൂർധാവ് വരെ ഉരുകിയൊലിക്കുന്ന രീതിയിൽ അതിൻ്റെ ചൂട് അവനെ ബാധിക്കുമെന്നുള്ളതാണ്. അപ്പം ഇങ്ങനെയുള്ള ചെറിയ ശിക്ഷ പോലും അത്ര ഗൗരവമാണെങ്കിൽ വലിയ വലിയ ഖുർആൻ എടുത്തു പറഞ്ഞ ശിക്ഷകളൊക്കെ എത്രത്തോളം മനുഷ്യനെ സംബന്ധിച്ച് താങ്ങാനാവാത്തതാണ്, വമ്പിച്ചതാണ് എന്ന് ഓർക്കാൻ അത് ഉപകരിക്കുമെന്നുള്ളതാണ്. ഇവിടെ പറയുന്നത് ഈ ശിക്ഷകളുടെയൊക്കെ 2 സ്വഭാവമാണ്. ഏതൊരു ശിക്ഷയായിരുന്നാലും നരകവാസിക്ക് അത് അനുഭവിക്കേണ്ടി വരുന്നത് 2 രീതിയിലാണ് എന്നുള്ളതാണ്. ഒന്ന് ലായിഖുദ അലൈഹ, അത് അവരിൽ നിന്ന് തീർന്നു പോകില്ല. അതായത് അത് അവൻ അനുഭവിക്കുന്നത് അവസാനിക്കുന്ന ഒരു രംഗം വരൂല എന്നാണ്. അവൻ്റെ മേൽ മരണം വിധിക്കുകയില്ല എന്നാണ് ഖുർആൻ പറയുന്നത്. ഫയമൂത്തു, അങ്ങനെ വിധിക്കുമായിരുന്നെങ്കിൽ അവർക്ക് മരണപ്പെട്ടു പോകാമായിരുന്നു, പക്ഷെ വിധിക്കൂല. അതായത് ആ ശിക്ഷ ലഭിക്കുമ്പോൾ ഈ ദുർമാർഗിയായ നരകവാസിയായ മനുഷ്യൻ മരണത്തെ പോലും കൊതിച്ച് തേടിക്കൊണ്ടിരിക്കുന്ന റബ്ബിനോട്, അല്ലെങ്കിൽ അതിൻ്റെ ആ മലക്ക്, ആ ഒരു നരകത്തിൻ്റെ സംരക്ഷണം ഏൽപ്പിക്കപ്പെട്ട മാലാകമാരെ പേര് വിളിച്ചിട്ട് ഞങ്ങളെ ഒന്ന് മരിപ്പിച്ചു തരാൻ, ഈ നരകത്തിൽ വെച്ചിട്ട് ഞങ്ങളെ ജീവനൊന്ന് എടുത്തു കളയാൻ നീ റബ്ബിനോടൊന്ന് പറയണേയെന്ന് നരകത്തിൻ്റെ മലക്കിനോട് പറയുന്ന രംഗമൊക്കെ കാണാന്ന. അതുകൊണ്ടാണ് അവരങ്ങനെ തേടുന്നത് കൊണ്ടാണ്, മരിക്കാൻ അവർ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്
ആ ശിക്ഷ അത്രത്തോളം താങ്ങാൻ കഴിയാത്തത് കൊണ്ടാണ് അവരങ്ങനെ പറയുന്നതെന്ന്. അതുകൊണ്ടാണ് ലാ യുഖ്ദ അലൈഹിം, അവരുടെ മേൽ മരണം വിധിക്കൂല എന്ന് പറഞ്ഞത്. അല്ലദീ യസ്ലുന്നാറൽ കുബ്ര, അവർ കത്തി ജ്വലിക്കുന്ന നരകത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും. എന്നിട്ട് അടുത്ത വചനം സുമ്മ ലാ യമൂതു ഫീഹാ വലാ യഹ്യ, എന്നിട്ട് പിന്നീട് ഒരു മരണത്തെയോ അതിനുശേഷം ഒരു ജീവിതത്തെയോ അവർ പ്രതീക്ഷിക്കേണ്ടതേ ഇല്ല. അങ്ങനെ ഇല്ല എന്ന് കൃത്യമായിട്ട് ഖുർആൻ. മാത്രമല്ല നരകവാസികൾ വിളിച്ചു പറയുന്ന രംഗം 43-ാം അധ്യായം സൂറത്ത് സുഖ്റുഫ് അതിൻ്റെ 77-ാമത്തെ വചനം. വനാദോ, അവിടെ കിടന്നിട്ട് നരകവാസികൾ വിളിച്ചു തേടുകയാണ്. യാ മാലിക്കു, അല്ലയോ, മലക്കിന്റെ പേരാണത്, നരകം കാക്കുന്ന മലക്ക്, കാവൽക്കാരനായ മാലാകയോട്, ലിയഖ്ദി അലൈന റബ്ബുക, നിന്റെ രക്ഷിതാവിനോട് ഞങ്ങളുടെ കാര്യത്തിലൊന്ന് മരണം വിധിക്കാൻ തേടുമോ, വിളിച്ചു ആ രീതിയിൽ ആഗ്രഹിക്കുന്ന. ഖാല, അപ്പോൾ മാലിക്കിന്റെ മറുപടി, ഇന്നക്കും മാകിസൂൻ, നിങ്ങൾ ഇവിടെ തന്നെ താമസിക്കേണ്ടവർ തന്നെയാണ്, ഒരു നിലക്കും നിങ്ങൾക്ക് ഇവിടെ മരണമല്ല, ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകുന്ന ഒരവസ്ഥാവിശേഷം നിങ്ങൾ ആഗ്രഹിക്കേണ്ടതില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ നിലക്ക് അവർക്ക് അത് കാലാകാലം അനശ്വരമായിട്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇവിടെയും സൂചിപ്പിക്കുന്നത് എന്ന്. രണ്ടാമത് ആ നരകത്തിന്റെ പ്രത്യേകത, ശിക്ഷയുടെ പ്രത്യേകത, ലാ യുഖഫഫു, ഒരിക്കലും അതിൽ നിന്നൊരു ഇളവും കൊടുക്കൂല എന്നുള്ളതാണ്. എന്നാൽ അത് കാലം കഴിയുമ്പോൾ ആ നിലക്കുള്ള ഒരു ഇളവ് പ്രതീക്ഷിക്കുക ഇല്ല. അവരത്രത്തോളം വലിയ തെറ്റുകൾ, പാപങ്ങൾ ചെയ്തവരാണ്. അവരെ സംബന്ധിച്ച് ആ ഇളവ് പോലും പ്രതീക്ഷിക്കേണ്ടതില്ല. അവരത് അനുഭവിച്ചു കൊണ്ടേയിരിക്കും. അവരുടെ ആ നിലക്കുള്ള ശിക്ഷകളും തുടർന്നു കൊണ്ടേയിരിക്കുന്ന. അവിടെ ഒരു നരകവാസിയുടെ തൊലി കത്തിക്കരിഞ്ഞാൽ അതിന് ബദ്ദൽനാഹും ജുലൂദ, പകരം തൊലി നൽകുമെന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. ലബാരിദിൻ വല കരീം എന്ന് മറ്റൊരു വചനത്തിൽ. ഒരാശ്വാസവും കിട്ടൂല, ഒരു തണുപ്പോ ആ നിലക്കുള്ള ഒരു സമാധാനോ ഒന്നും തന്നെ കരീം അവർക്കുണ്ടാവുകയില്ല. ലാ വലീലിൻ വല യുഗ്നി മിനൽ ലഹബ്, ആ നരകത്തിന്റെ കത്തിജ്വലിക്കുന്ന തീജ്വാല എല്ലാവർക്കും സംരക്ഷണമില്ല. ലാ വലീൽ, ഒരു തണല് പോലും അവർക്ക് ആ നിലക്കുള്ളത്, ആശ്വാസം നൽകുന്ന തണല് അവർക്കുണ്ടായിരിക്കുകയില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു രീതിയാണ് നരകവാസികൾക്ക് അനുഭവിക്കാനുള്ള ആ ശിക്ഷകൾക്കുള്ളത് എന്ന് സൂചിപ്പിക്കുകയാണ്. വലാ യുഖഫഫു എന്ന് പറഞ്ഞിട്ട്, ഇതൊക്കെ നിങ്ങൾ ചെയ്തതിന് നിങ്ങൾക്ക് തന്നതാണ്. അതാണ് ആ ആയത്ത് അങ്ങനെ അവസാനിപ്പിച്ചത്. കദാലിക നജ്സി കുല്ലു കഫൂർ, നിങ്ങൾ അത്രത്തോളായിരുന്നു നിങ്ങളുടെ ദുനിയാവിലുള്ള നന്ദികേടും നിങ്ങളുടെ നിഷേധവും നിങ്ങളുടെ ആ മർക്കടമുഷ്ടിയൊക്കെ നിങ്ങൾക്കുള്ളതേ തന്നിട്ടുള്ളൂ, നിങ്ങൾ അനുഭവിക്കേണ്ടത് തന്നെയാണെന്നുള്ള രീതിയിലുള്ള ഒരു മറുപടി. തീർന്നില്ല. അവര് നരകത്തിലെത്തുമ്പോൾ റബ്ബിന്റെ മുമ്പിൽ അവർ വിളിച്ചു തേടുന്ന, കെഞ്ചി പറയുന്ന ഖേദത്തിന്റെ കരച്ചിലിന്റെ രംഗമാണ് 37-ാമത്തെ വചനം. വഹും യസ്തരിഖൂന ഫിഹ, അവിടെ കിടന്നിട്ട് നിലവിളിച്ചിട്ട് അട്ടഹസിച്ച് അലമുറയിട്ട് അവർ പറയുന്ന, മനുഷ്യൻ സത്യനിഷേധിയായി ജീവിച്ചാൽ 3 രംഗങ്ങളിൽ അവർ അള്ളാഹുവിനോട് കെഞ്ചി പറയുന്ന രംഗമുണ്ട് എന്നാണ്. അവരെ ഒന്ന് രക്ഷപ്പെടുത്താൻ, അല്ലെങ്കിൽ അവർക്കൊരു ആശ്വാസം നൽകുന്ന രീതിയിലുള്ള 3 തേട്ടങ്ങൾ. അതിലൊന്ന് മരണവേളയിലാണ്, അല്ലെ? വിശുദ്ധ ഖുർആൻ അത് സൂചിപ്പിക്കുന്നുണ്ട്. ഇല്ല, മരണവേളയിൽ നിങ്ങൾക്ക് ഒരാശ്വാസം, ഒരു സമയം നീട്ടിത്തരില്ല. ലൗല അഖർതനി എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല, അത് സാധ്യമല്ലെന്ന് ഖുർആൻ. രണ്ടാമത്തെ രംഗം വിചാരണ വേളയിലാണ്. വലൗതറ ഇതിൽ മുജ്രിമൂന നാകിസൂ റൂസിഹിം ഇൻദ റബ്ബിഹി, പടച്ചോന്റെ കോടതിയിൽ ഒറ്റക്ക് പാപഭാരത്തോടെ തലകുനിച്ച് നിൽക്കുന്ന രംഗത്തിൽ നിനക്ക് അവരെ കാണാം. അന്നും പടച്ചോനെ ഒന്ന് മടക്കി തരണേ എന്ന് പറഞ്ഞിട്ട് ഫർജിഅനാ, ഞങ്ങളൊന്ന് മടക്കി തരണേ എന്നവർ പറയുന്ന രംഗമുണ്ട് എന്നാണ്. മൂന്നാമത്തെ രംഗം എൻ്റെ പ്രിയമുള്ളവര് സൂറത്ത് ഫാത്തുറിന്റെ 37-ാമത്തെ ഈ വചനത്തിലെ രംഗാണ്. വഹുമിസ്തരിഖൂന ഫിഹ, നരകത്തിലേക്ക് അവർ ഇട്ട് കഴിഞ്ഞ് ആ നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ വെച്ചിട്ട് അവര് അള്ളാഹുവിന്റെ മുമ്പിൽ അട്ടഹസിച്ച് പറയാണ്, റബ്ബനാ അഖ്രിജ്ന, പടച്ചോനെ ഇവിടെ നിന്ന് പുറത്താക്കി തന്നാതാ, നഅമൽ സ്വാലിഹൻ ഗൈറല്ലദീ കുന്നാ നഅമൽ, ഞങ്ങൾ ചെയ്യാത്തതൊക്കെ, വിട്ടേച്ചു പോയതൊക്കെ കൃത്യമായി ഞങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ട്, ശരിക്കും ഞങ്ങളുടെ ധാരണയിലുണ്ട്, ഞങ്ങളതൊക്കെ ചെയ്തോളാം, ഒന്ന് ഞങ്ങൾ ഇവിടുന്ന് രക്ഷപ്പെടുത്തണേ എന്ന് ആ സാധുക്കള്, പാവികള്, നരകവാസികള് പറഞ്ഞു പോകുന്ന രംഗമുണ്ട് എന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആൻ അത് സൂചിപ്പിക്കുന്നുണ്ട്. മനുഷ്യൻ അശ്രദ്ധയിലാണ് എന്ന് അവനെ ബോധ്യപ്പെടുത്തുന്ന 3 രംഗങ്ങളുണ്ട് എന്നാ. അവൻ ദുനിയാവിൽ ജീവിക്കുമ്പോൾ അശ്രദ്ധയിലൂടെ കഴിഞ്ഞു പോവുകയാണ്. അൽഹാകുമുത്ത കാസുർ, അല്ലെ? ഒരുപാട് കിട്ടണമെന്ന ആഗ്രഹത്തിന്റെ പിന്നാലെ പോയപ്പോൾ അശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട്. അള്ളാഹുവിനെ തൊട്ട്, അവന്റെ ഗ്രന്ഥത്തൊട്ട് അവന്റെ പ്രവാചകനെ തൊട്ട്, അവന്റെ ദീനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതിനെ തൊട്ട്, ജീവിത ലക്ഷ്യത്തെ തൊട്ട്, ആരാധനകളെ തൊട്ട്, പ്രാർത്ഥനകളെ തൊട്ട്, ഇങ്ങനെയൊക്കെയുള്ള നരകത്ത് നിങ്ങൾ മറന്നു, സ്വർഗത്ത് നിങ്ങൾ വിസ്മരിച്ചു, ഇങ്ങനെ അശ്രദ്ധയിലായി. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് ബോധ്യം വരും. ഹത്താ സുർത്തുമുൽ മഖാബിർ, നിങ്ങളുടെ ശവകുടീരങ്ങൾ നിങ്ങൾ ഖബർക്ക് വെക്കണമെന്ന് നിങ്ങൾ അശ്രദ്ധയിലായിരുന്നു എന്ന് നിങ്ങൾക്ക് ഓർമ്മ വരും. പക്ഷെ കാര്യമില്ല, മറ്റൊന്നുള്ളത്, കല്ലാ സൗഫ തഅലമൂൻ, വീണ്ട ബർസഖിയായ ജീവിതത്തിൽ നിങ്ങളെത്തുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരും. സുമ്മ കല്ലാ സൗഫ തഅലമൂൻ, തീരുന്നില്ല, പിന്നീട് അനന്തരമായി അതിനുശേഷം നിങ്ങൾ പരലോകത്തേക്ക് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടാൽ അവിടെയും നിങ്ങൾക്ക് ഓർമ്മ വരും. എന്ത്? ഞാൻ അശ്രദ്ധയിലായിരുന്നു,
വേണ്ടതുപോലെ ഞാൻ ചെയ്തില്ല എന്ന് ആ ഓർമ്മപ്പെടുത്തലാണ് ഇവിടെ എന്ത്, പടച്ചോനെ നഅമൽ സ്വാലിഹൻ ഗൈറല്ലദീ കുന്നാ നഅമൽ, ഞങ്ങൾ ചെയ്യാതെ വിട്ടേച്ചു പോയതിനെ ഇവിടെ വെച്ച് ഞങ്ങൾ ചെയ്തു കൊള്ളാമെന്ന് അവരെ വാക്ക് പറയുന്ന രംഗമാണ് എന്നുള്ളതാണ്. ഖുർആൻ പറയല്ല തറവുന്നൽ ജഹീം, നരകം കാണുമ്പോൾ അവർക്ക് ഓർമ്മ വരുന്നതാണ് ആ മൂന്നാമത്തെ രംഗം സൂറത്തു തക്കാസുർ. അതുകൊണ്ട് ഈ നിലക്കുള്ള അവരുടെ ആ ഒരു തേട്ടമുണ്ടായിരിക്കുമ്പോൾ അതിനൊക്കെയുള്ളൊരു മറുപടിയായി അള്ളാഹു നൽകുന്നത് അവലം നുഅമ്മിരുക്കുമായ തദക്കറു ഫീഹി മൻ തദക്കർ, നിങ്ങൾക്കൊക്കെ കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള ആയുസ് തന്നില്ലേ, ആരോഗ്യം തന്നില്ലേ, വജാഅക്കുമുൻ നദീർ, കാര്യങ്ങളെ പറഞ്ഞു തരാൻ താക്കീതുകാർ വന്നില്ലേ, ഖുർആനെ പറ്റിയിട്ട് കേട്ടിട്ടില്ലേ, ഖുർആൻ വന്നതല്ലേ, പ്രവാചകനെ പറ്റി അറിയില്ലേ, ഹദീസുകൾ വായിച്ചിട്ടില്ലേ, ഇങ്ങനെ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഓരോ ആരാധനകൾ ഓരോ മാസങ്ങളിൽ ആവർത്തിച്ചു വരുന്നത്, ആഴ്ചയിൽ ആവർത്തിച്ചു വരുന്ന ജുമകൾ, മുന്നറിയിപ്പുകൾ, ഇൻദാറുകൾ, ഇതൊക്കെ തന്നെ നിങ്ങളുടെ ശരീരത്തിൻ്റെ അവയവങ്ങൾ പോലും ഓരോന്നും ചുക്കിച്ചൊളിഞ്ഞതിന് ആ ഒരു വാർദ്ധക്യം ബാധിക്കുന്നത്, കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുന്നത്, മുടിയിഴകൾ നരച്ചു പോകുന്നത്, നിങ്ങളുടെ എല്ലുകൾക്ക് ബലക്ഷയം വരുന്നത്, ഇതൊക്കെ തന്നെ നിങ്ങൾക്കുള്ള താക്കീതായിരുന്നു, മടങ്ങാനുള്ളതായിരുന്നു. ഒരുപാട് ആളുകളുടെ മരണവാർത്ത നിങ്ങൾ കേട്ടിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾക്കുള്ള നദീറായിരുന്നു. പക്ഷെ നിങ്ങൾ മനഃപൂർവ്വം മറന്നു കളഞ്ഞു. ഇനി എന്താണ് നിങ്ങൾക്കുള്ളത്? അതും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കണം അല്ലാഹുവിൻ്റെ ഖുർആൻ. ഫദൂഖു, ഇനി നിങ്ങൾക്കുള്ളത് ഇത് ആസ്വദിക്കുക എന്ന് മാത്രം. ചെയ്യേണ്ടതൊക്കെ ചെയ്തെന്നു, പറയേണ്ടതൊക്കെ പറഞ്ഞിട്ടുമുണ്ട്, ഓർമ്മപ്പെടുത്തേണ്ടതൊക്കെ ഓർമ്മപ്പെടുത്തിയിട്ടുമുണ്ട്. അന്ന് നിങ്ങൾ അശ്രദ്ധയിലായിരുന്നു, ഇന്ന് നിങ്ങൾക്ക് ബോധം വന്നിട്ടുണ്ട്. പക്ഷെ കാര്യമില്ലല്ലോ. എങ്ങനെയാണ് വിദൂരമായ ഒരു ലോകത്തേക്ക് നിങ്ങൾ മടങ്ങുക? ആരാണ് നിങ്ങളെ മടക്കുക? ഒരിക്കലുമില്ല. വന്ന അവസ്ഥയിൽ നിന്ന് ഇനി തിരിച്ച് പിന്നോട്ടുള്ള ഒരു പുറത്താക്കലോ ഒരു മടക്കിത്തരലോ ഇല്ല, നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല. ആകെ നിങ്ങളെ കാര്യത്തിൽ നിലപാടെടുക്കാൻ കഴിയുന്നത് ഫദൂഖൂ, നിങ്ങൾ ഇതങ്ങനെ ആസ്വദിച്ചു കൊള്ളുക എന്ന് മാത്രം. ഫമാലിൽ ളാലിമീന മിൻ നസീർ, ഇല്ലട്ടോ, ഒരാളും സഹായിക്കാൻ വരില്ല. നിങ്ങളെ സംബന്ധിച്ച് എന്തൊന്നിനെ കണ്ടിട്ടാണോ നിങ്ങൾ ദുനിയാവിൽ മാറി നിന്നത്, ആരെല്ലാം ആളുകൾ ഉണ്ടായിട്ടാണോ നിങ്ങൾ അള്ളാഹുവിൻ്റെ ഖുർആനിനെ നിങ്ങൾ അപഹസിച്ചത്, പരിഹസിച്ചത്, മാറ്റി നിർത്തിയത്, എന്തൊക്കെയോ ചില സന്തോഷങ്ങൾക്ക് വേണ്ടി, ആളുകൾക്ക് വേണ്ടി, ആളുകളുടെ കൂടെ ഒക്കെ ആയിട്ട് നിങ്ങൾ സഹായികളും പരസ്പരം ആ നിലക്കുള്ള ഗുണകാംക്ഷികളൊക്കെ ആയിട്ട് നിങ്ങൾ സന്തോഷം കണ്ടെത്തി കടന്നുപോയവരാണ്. ഇന്ന് നിങ്ങളെ സഹായിക്കാൻ ഒരാളും തന്നെ ഇല്ല എന്നുള്ള ഒരു കൃത്യമായി കുറിക്കുകൊള്ളുന്ന വാക്കുകളെ കൊണ്ട് അവരുടെ ആ സംസാരത്തിന് ഏറ്റവും നല്ല ഒരു മറുപടി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ആ ഒരു ഖേദത്തെ മറച്ചു വെക്കാൻ, അല്ലെങ്കിൽ അവരുടെ തിഷ്ണമായ നരകത്തെ അനുഭവിക്കാൻ തന്നെ പറയുന്ന ഒരു പരാമർശമാണ് ഈ വചനത്തിൻ്റെ അവസാനത്തിൽ അള്ളാഹു ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ സ്വർഗം എന്തെന്ന് നന്നായി അറിയാനും അകക്കണ്ണുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ അത് കാണാനും അതിലേക്ക് ഓടിയെടുക്കാനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാനും, നരകം എന്തെന്ന് ഗൗരവത്തോടെ മനസ്സിലാക്കാനും, അകക്കണ്ണുകൊണ്ട് നരകത്തിൻ്റെ തീപ്പൊരികളും തീഷ്ണതയും അതിൻ്റെ എല്ലാ അവസ്ഥകളും അറിയാനും, ആ നാരകീയമായ ശിക്ഷയിൽ നിന്ന് അവനവൻ്റെ ശരീരത്തെ രക്ഷപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവാനാണ് ഈ വചനങ്ങൾ സൂചിപ്പിക്കുന്നത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.